ഹായ്. ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ? അതെല്ലാവരും കിടന്ന് ഉറങ്ങുവാണോ? എന്തായാലും വേണ്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും വരില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നത്. അപ്പം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീത്വത്തിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് വാദിച്ച് പണ്ടാറിറങ്ങി ഞങ്ങളെപ്പോൾ വേണമെങ്കിലും ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞങ്ങൾ പോരാട്ടം ആരംഭിച്ചു, ഞങ്ങൾ പോവുമെന്ന് പറയുന്ന, ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മി, പിന്നെ ദിയാസാനയും ശ്രീലക്ഷ്മിനെ കുറിച്ചൊന്നും അത്ര വിവരവും ഇല്ല. എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. ഭാഗ്യലക്ഷ്മി ഒളിവിലാണ്, ഭാഗ്യലക്ഷ്മി ചേച്ചി ഒളിവിലാണെന്ന് ഞാൻ കേട്ടു. എന്തിനാണ് ഇങ്ങനെ പേടിച്ച് മാറുന്നത് എനിക്കറിയുന്നില്ല. എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നിങ്ങളുടെ ആ ഘോരം പറഞ്ഞ ആ ഒരു ധൈര്യം എവിടെ ചോർന്നുപോയി? ഈ ഒളിച്ചോട്ടം ശരിയാണോ? ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്കിപ്പോൾ ചോദിക്കാൻ തോന്നി, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വന്നു ലൈവിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ വന്നിട്ട് എനിക്ക് ഒരു ചെറിയൊരു സംശയം കേട്ടോ. ഈ സ്ത്രീത്വത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഘോരം പ്രസംഗിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി ഇടി കൊടുക്കാൻ മാത്രം ഇവർ നല്ലവരാണോ? അല്ലെങ്കിൽ ഇവർ അതിന് എല്ലാ പക്വതയുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടി പോരാട്ടം നടത്തുന്ന അത്രയും നല്ല ഉണ്ണികളാണോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ 3 പേരുടെ കുറിച്ചും എനിക്കറിയാവുന്ന അറിവുകളാട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഈ ഭാഗ്യലക്ഷ്മി ചേച്ചിയും ദിയാസനയും ശ്രീലക്ഷ്മിനെ എനിക്കറിയത്തില്ല. ഈ ഇതിലൊക്കെ അവരുടെ കൂടെ കണ്ട ഒരറിവേ ഉള്ളൂ. പക്ഷേ ഭാഗ്യലക്ഷ്മി ചേച്ചിയും ദിയാസനെ എനിക്ക് നല്ലപോലെ അറിയാം. അവൾ എന്താണെന്നുള്ളത് നല്ലപോലെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലൈവ് വന്നപ്പോൾ ഇതൊന്നും പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്താവും വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ 3 പേരുടെയും സ്ത്രീത്വത്തെക്കുറിച്ച് ഞാൻ പറയാം, എനിക്കറിയാവുന്നത്. ഭാഗ്യലക്ഷ്മി ചേച്ചിനെ തന്നെ ഫസ്റ്റ് എടുക്കാം. സ്വന്തം ശബ്ദം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി എന്ന് എനിക്ക് കണ്ണടച്ച് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ നമ്മുടെ ശബ്ദം എവിടെ കേട്ടാലും ഇത് ഞാനല്ല എന്ന് പറയും. ഇപ്പോൾ ആരെങ്കിലും ഒരു കോള് അല്ലെങ്കിൽ ഒരു ഓഡിയോ നമ്മൾ സംസാരിച്ച് നമുക്ക് ഇട്ട് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ പറയും ഇത് ഞാനല്ലടോ, ഇത് എൻ്റെ ശബ്ദമല്ല എന്ന് പറയും. പക്ഷേ ഇത് എൻ്റെ സ്വന്തം ശബ്ദമാണെന്ന് പറഞ്ഞ് പല വേദികളിലും ഒരു ഉളുപ്പുമില്ലാതെ പോയിട്ട് ഡബ് ചെയ്ത ഒരു വ്യക്തിയാണ് എന്താ പറയുക, ഭാഗ്യലക്ഷ്മി ചേച്ചി. എന്നിട്ട് ലാസ്റ്റ് എല്ലാതും കൂടി ആ ഡയറക്ടറിൻ്റെ തലമണ്ടയ്ക്ക് കൊണ്ടിട്ടു. എന്തെന്ന്, ഇതൊക്കെ നിങ്ങൾ നേരത്തെ കൊണ്ട് പറയണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ സ്വന്തം ശബ്ദം തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാർ ഈ ഭൂലോകത്തുണ്ടാവില്ല എന്നുള്ളത് തന്നെ ഞാൻ പറയും. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കളിച്ചൊരു നാടകം. അറിയാൻ പറ്റാത്ത ആളാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഞാനൊരു ഫെമിനിസ്റ്റാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു ബുദ്ധിജീവിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇത് ഷെയിം പപ്പി ഷെയിം. വളരെ കഷ്ടം. ഇത്രയൊക്കെ ഭാഗ്യലക്ഷ്മി ചേച്ചിനെ കുറിച്ച് പറയാനുള്ളത്. 10-23 വർഷം വരെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ നാഗവല്ലിക്ക് കൊടുത്ത ശബ്ദം പോലും എൻ്റെയാണ് എന്ന് പറഞ്ഞ് തിരിച്ചറിയാൻ പറ്റാണ്ട് പല വേദികളിലും പോയി ഞാൻ തന്നെയാന്ന് പറഞ്ഞിട്ട് അത് ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അപ്പോഴേ എനിക്ക് അതിനൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. ഒരു ഗാംഭീര്യമില്ല, ഒരു തമിഴിൻ്റെ ഒരു ചോ പോലും പുള്ളിക്കാരത്തിക്ക് ആ ഡബിങ്ങിൽ ഇല്ല എന്നുള്ളത് അത് കണ്ട് പൊട്ടന്മാരായാലും പൊട്ടികളൊക്കെ മനസ്സിലാവും. പിന്നെ കൈയടിച്ച ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയായിരിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ നിവൃത്തി കൊണ്ട് കൈയടിച്ചതാണ്. ഓക്കെ, അതവിടെ വെച്ച് ഞാൻ ക്ലോസ് ചെയ്തു. ദിയാസന, അടുത്തത് ദിയാസനയിലേക്ക് പോവാം.
സ്ത്രീത്വത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയ ദിയാസനനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒരു കാര്യം പോലും അംഗീകരിക്കാത്ത ഒരു വ്യക്തിയാണ് ദിയാസന. ദിയാസന ആരാണ്? എനിക്കറിയാവുന്ന ദിയാസന എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് പല ലൊക്കേഷനിലും ഞാൻ കണ്ടിട്ടുള്ളത് ദിയാസനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ദിയാസന ഒരിക്കൽ പോലും അത് അംഗീകരിച്ച് തരത്തില്ല. ഞാൻ പറയും ഞാനൊരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണെന്ന്, ധൈര്യമായിട്ട് ഞാൻ പറയും. ഞാൻ 8 വർഷമായിട്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് നിന്നതാണ് പറയും. ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്നില്ല, പല വീട്ടിലെ അടുക്കള പണിക്ക് ഞാൻ നിന്നിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നത്. പക്ഷെ ദിയാസനയോട് നിങ്ങൾ വായിൽ കരണ്ടി വെച്ച് കിണ്ടി നോക്കിയാലും അവൾ പറയത്തില്ല ഞാൻ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്താന്ന് ഒരിക്കലും പറയത്തില്ല. അവൾ അംഗീകരിച്ച് തരത്തില്ല. ഞാൻ ആദ്യമായിട്ട് ദിയാസനനെ പല ഇതിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് പരിചയപ്പെട്ടത് ഏത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നും ഞാൻ ഓർക്കുന്നു, കലി എന്ന് പറയുന്ന സെറ്റ്, ദുൽഖർ സൽമാൻ്റെ കലി എന്ന് പറയുന്ന സെറ്റ്, മരട് ന്യൂക്ലിയസ് മാളുടെ അവിടെയായിരുന്നു ലൊക്കേഷൻ. ഞങ്ങൾക്കുള്ള സീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുവാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിന് വേണം. ആ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിൽക്കുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ, ദിയാസന. അവിടെ ഞാനും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പോയത്. അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു, നമ്പർ കൈമാറി, എന്നോട് സംസാരിച്ചു. എനിക്ക് ആ സംസാരം അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു മാമിമാരുണ്ടാവുമല്ലോ, മാമന്മാരെന്നൊക്കെ പറയണ കേൾക്കാം, മാമിമാരുടെ ഒരു ചാറ്റിങ്ങിൽ വാട്സപ്പിൽ ഞാൻ പലരെയും ദൈക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറയും എനിക്ക് പരിചയപ്പെടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം നമ്മൾ ഒരു സപ്പോർട്ടിങ്, അപ്പോൾ എന്തുകൊണ്ട് നമ്പർ കൊടുത്തു എന്ന് ചോദ്യം ഇങ്ങോട്ട് വരാം. അപ്പം ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ലൊക്കേഷനിൽ പോകുമ്പോൾ പലരെയും പരിചയപ്പെടുമ്പോൾ നമുക്ക് ഒറ്റ ഒരു കാര്യമുള്ളൂ, നാളെ നമുക്ക് വർക്ക് വേണം, നമുക്ക് നാളെയും ഒരു ലൊക്കേഷനിൽ പോകണം, നാളെയും നമുക്ക് വർക്ക് കിട്ടണം. അപ്പം എന്നോട് ദിയ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ദയാ എനിക്ക് നല്ല വർക്ക്, എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്, ഇപ്പം എനിക്ക് പല വർക്കും കിട്ടാറുണ്ട്, വർക്കിന് വിളിച്ചാൽ വരുമോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്പർ കൊടുത്തത്. പക്ഷെ വൈകുന്നേരത്തിലെ ചാറ്റിങ്ങിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരിയുടെ സംസാരം വേറെ ലെവലിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി എനിക്ക് വർക്ക് തരാനല്ല, പലരും പരിചയപ്പെടുത്താനാണ് ശ്രമിച്ചത്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദിയാസന, സ്ത്രീത്വത്തെ കുറിച്ച് പറയുന്ന ദിയാസന ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ, ഒരു കാര്യം അംഗീകരിച്ചു കൊടുക്കാൻ, ഞാനൊരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാൻ പോലും ഇതുവരെ തയ്യാറാകാത്ത ഒരു വ്യക്തിയാണ്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുള്ളിക്കാരിയുടെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുക, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നവർക്കൊക്കെ ഗതി എന്തെന്നറിയോ? അധോഗതിയാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഓവർ സ്മാർട്ട്നെസ് എവിടെ എപ്പോൾ കാണിക്കണം അവിടെ അധോഗതിയും വെള്ളിയാഴ്ചയാണെന്നുള്ളത് പല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പം എനിക്കത് അങ്ങനെ ഓവർ സ്മാർട്ട്നെസ് കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പുള്ളിക്കാരി അങ്ങ് ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദിയയുടെ ഒരു വീഡിയോ കണ്ടു. എനിക്ക് എന്തൊക്കെയോ എന്നെ അങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ട്, പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഒറ്റ കാര്യം ഞാനിപ്പോൾ പറയാം. ദിയാസന എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി ഞാൻ വേറൊരു ലെവലാണെന്നുള്ളത് വരെ വരുത്തി തീർത്ത ദിയാസനയോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എവിടെയെങ്കിലും പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ ചുംബിച്ചിട്ടുണ്ടോ? ഈ ചുംബന സമരത്തിലൂടെയൊക്കെ പോലീസ് പൊക്കിയെടുത്ത് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഈ ചുംബന സമരം എന്ന് പറയുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ അങ്ങ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ പരിപാടി കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഡോഗ്സൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യും. കാരണം അവർക്ക് വിവരമില്ല എന്ന് പറയും. ആ ഒരു രീതിയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബന്ധങ്ങളില്ല, ബന്ധനങ്ങളില്ല, പരിസരബോധവും ഇല്ല.
ഇതൊക്കെ കൂടുതലും നമുക്കറിയാമെന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യനാണ് ഏറ്റവും വലിയ ബുദ്ധിയുള്ളത് എന്ന് പറയും. പക്ഷേ ആ ചുംബന സമരത്തിൽ ദിയ കാണിച്ചത് എന്തുവാ? ഒരു പരിസര ബോധവും ഇല്ലാതെ ഒരു പരിചയവും ഇല്ലാതെ അവിടെ നിന്ന് വന്ന ഏതോ ഒരുത്തനെ കയറി ഉമ്മ വെച്ച് വലിയ ആളായി. എന്തുവാ ഇതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് സ്ത്രീത്വത്തിന് വേണ്ടിയിട്ട് അങ്ങേരുടെ കർണക്കുറ്റിക്ക് പോയി അടിക്കാൻ നിന്നത്. എൻ്റെ പൊന്നെ എനിക്ക് വയ്യ. എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ദിയ സന എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പം അതൊന്ന് അങ്ങനെ, അങ്ങനെ. പിന്നെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിൽ ഇപ്പം ഞാൻ പല പല ന്യൂസുകളും കേട്ടിട്ട് പറയാന്ന് വെച്ചാൽ ഇവർ പെമ്പിള്ളേരെ സ്ത്രീകളെ പറ്റി അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഒരാളുടെ കരണക്കുറ്റിക്കൊക്കെ അടിച്ചല്ലോ, ഉടുതുണിയൊക്കെ പറിച്ചല്ലോ. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നെ തല ഇറങ്ങി പോവും മക്കളെ. ഒന്നൊന്നര വീഡിയോ ആള് ശരിക്കും പറഞ്ഞാൽ അയാളൊന്നും അല്ല. ശ്രീലക്ഷ്മി നമിച്ച് എന്താണ് വീഡിയോ, പരത്തെറിയും എന്താണ് എന്താ പറയുക, കേൾക്കാൻ വയ്യ, കാണാൻ വയ്യ. പണ്ടൊക്കെ ഈ മുത്തുച്ചിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുസ്തകം കിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അതുമല്ല ഞാൻ ഈ ബിഗ് ബോസിൽ പോയപ്പം നമ്മുടെ സുജോ പറഞ്ഞ ഒരു അറിവ് വേണ്ടിട്ട് ഞാൻ സുജോനോടൊക്കെ ഈ 1 മണിക്കൂറല്ലേ നമുക്ക് ബിഗ് ബോസിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വിടത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് എന്താണ് ഇതാണ് ഇതൊക്കെ. അപ്പം കുറച്ചൊക്കെ എനിക്ക് അതിൻ്റെ അറിവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെക്കാട്ടിലും അത് വായിച്ച് മാറ്റുന്നതിനെക്കാട്ടിലും നമുക്ക് ശ്രീലക്ഷ്മിയുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പം ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പം ഈ 3 സ്ത്രീത്വത്തിന് ഉടമയായ ആൾക്കാരാണോ ഇത്തരം പ്രവൃത്തികൾ കാണിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ പറഞ്ഞാൽ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പം ഇവരാണ് ഫെമിനിസ്റ്റുകൾ സ്വയം പ്രഖ്യാപിച്ചിട്ട് കറക്കുറ്റി അടിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ 3 സ്ത്രീകൾ മുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയോ മുങ്ങിപ്പോയി. തപ്പണോ ഇനി ഇങ്ങനെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് അല്ലേ? വീരവാദം മുഴക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളിതെല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അത് ചുമ്മാതാ, മനസ്സിലായോ? ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞു, ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെ ആ ചെപ്പക്കുറ്റിക്ക് അടിച്ചത് എന്ന് പറഞ്ഞു. അത് കൈവിട്ട് പോയതാ. സത്യസന്ധമായിട്ട് പറയണേ, കൈവിട്ട് അങ്ങ് പോയി. പലർക്കും ഇങ്ങനെ കൈവിട്ട് പോയ ചരിത്രമൊക്കെ ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയും ഞാൻ ഇത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞ ഓവർ സ്മാർട്ട്നെസ് കാണിക്കാനാണ് അത് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് അയാളുടെ കർണക്കുറ്റിക്ക് അടിച്ചു കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചൊന്നും ചെയ്യില്ല, ഒരുത്തനാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവിടെ പോയപ്പോൾ തന്നെ പതറിപ്പോയി അയാൾ. അപ്പോൾ ഇനിയൊന്നും തിരിച്ച് തല്ലില്ല എന്ന് കണ്ടപ്പോൾ എന്തായാലും 2 പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ലൈവും എടുത്തു. എന്നിട്ട് അത് തിരിഞ്ഞിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരാളെക്കുറിച്ച് കുറ്റം പറയുക. നിങ്ങൾക്കും ഇത് തന്നെയാണ് വേണ്ടത്, ആദ്യം നിങ്ങളെയാണ് തല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പം അവരെ കയ്യിൽ നിന്ന് അങ്ങ് ഓവർ സ്മാർട്ടായിട്ട് അങ്ങ് പോയി. പക്ഷെ പോയത് എന്തായെന്നറിയോ, സ്വന്തം ലൈഫ് അങ്ങ് പോയി. ഇപ്പം പലരും ഫോൺ വിളിച്ച് പറഞ്ഞു, പലരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു, പലരും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആയത് പറഞ്ഞു. എന്നാൽ ആ പലരും അങ്ങ് വന്ന് നിങ്ങളുടെ ആ ഒരു കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോയി കിടക്കട്ടെ. എന്തോന്ന് അതല്ലേ ശരി? അല്ലല്ലേ, എനിക്ക് അറിയാണ്ട് ചോദിക്കുക. ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞു, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രയത്നിച്ച ആൾക്കാരാണ്, ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതല്ല ചെയ്യേണ്ടത്, ഇതിനപ്പുറം ചെയ്യണം എന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ഒരാൾ ഈ 7 വർഷത്തെ തടവ് ശിക്ഷ അങ്ങാണ്ടാണെന്ന് പറഞ്ഞത്, ഇത്രയും വർഷത്തെ തടവ് ശിക്ഷ ഏറ്റെടുക്കാനായിട്ട് മനസ്സലിവുള്ള ഈ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ വന്നിട്ട് അത് ഏറ്റെടുത്തിട്ട് പോട്ടെ, ജയിലിൽ കിടന്ന് അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യട്ടെ. എന്താ ത്യാഗം? ഇതിനാണ് ത്യാഗം എന്ന് പറയുക. ഇതൊക്കെയാണ് നമുക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നമ്മളങ്ങ് ബലിയാടാകുന്നത് ഒരു ത്യാഗമാണ്. അപ്പം നമ്മളെ ബലിയാടാകുക ആരാണ്? ഇവർ 3 പേരെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സ്ത്രീത്വത്തിന് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പ്ലീസ്
മുന്നോട്ട് വരിക, ഈ ത്യാഗം ഏറ്റെടുത്ത് അങ്ങ് പോകുക. എന്തിനാണ് ഇവരെ ഓടിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഫോണൊക്കെ ഓഫാക്കിയിട്ട് എവിടെയോ അങ്ങോട്ട് ഒളിച്ചോടിപ്പോയി. ഷെയിം പപ്പി ഷെയിം. ഇത് തീരെ ശരിയായില്ല. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം സ്ത്രീകൾക്ക് തന്നെ അപമാനമായിപ്പോയി ഒളിച്ചോട്ടം ഒന്നിനും ഒരു ശാശ്വതമല്ല. സത്യമായിട്ടും പറയാനുള്ള ഒന്നുമില്ലെങ്കിലും തൻ്റെ അടുത്തോടു കൂടി പൊട്ടിക്കരയണമായിരുന്നു ലൈവിൽ വന്നിട്ട്. എന്നെ പോലെ ഞാൻ ചെയ്തത് തെറ്റായി പോയിട്ടോ, എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പട്ടിയെ പോലെ മോങ്ങിയാലോ അതൊരു അന്തസ്സാണ്. എന്തെന്നറിയാം, നമ്മളെ അവിടെ താന്നു കൊടുക്കുകയല്ല, നമ്മൾ പറയുക. അപ്പോഴും നമ്മൾ തന്നെ ജയിക്കുന്നത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവള് പൊട്ടിച്ചിരിക്കാൻ മാത്രമുള്ള ഒരു വ്യക്തിയല്ല, കരയാനും സങ്കടപ്പെടാനും ദേഷ്യപ്പെടാനും എല്ലാത്തിനും ഉള്ള ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്ന് പറയാം. അതുകൊണ്ടാണ് അവളെ ഒരു പെണ്ണായിട്ട് കണക്ക് കൂട്ടുന്നത്. മനസ്സിലായില്ലേ? ഒരാൾ കരയുമ്പോൾ നമ്മൾ ചിലവർ ചോദിക്കും, എന്തുവാടാ ഒരു പെണ്ണിനെ പോലെ കരയുന്നത് എന്ന് ചോദിക്കും. നീ ഒരു പെണ്ണാണോടാന്ന് ചോദിക്കും. എന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പെണ്ണുങ്ങൾക്കാണ് ഒരു തുള്ളി കണ്ണുനീര് പെട്ടെന്ന് അങ്ങ് വരത്തുള്ളൂ, കരയത്തുള്ളൂ. അവരാണ് പെട്ടെന്ന് ഇമോഷൻ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് അവരെ സ്ത്രീ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. അത്രയ്ക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ ഒളിച്ചോട്ടം അത് ശരിയായില്ല. ഈ സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ സ്ത്രീകൾ ഒളിച്ചു ഓടിയത് തീരെ ശരിയായില്ല. അത് തന്നെയാണ് ഞാൻ പറയാം. അത്രയേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ മക്കളെ വിശേഷം? ചോറുണ്ടോ? കാപ്പി കുടിച്ചോ? ഉറക്കം പോയോ? അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. വട്ടായോ എന്ന് ചോദിച്ചാൽ, വട്ട് എന്ന് പറയുന്നത് ഈശ്വര, ഇനിയിപ്പോൾ ഡ്രസ്സിങ്ങിൽ വളരെ ബോറാണെന്നും പറയും ഈശ്വര. അപ്പം വട്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തരുടെ സാഹചര്യമാണ് അല്ലേ. പല രീതിയിലുള്ള വട്ടുകളുണ്ട്. ഒന്ന് പ്രേമിച്ച് അങ്ങ് വട്ടായി പോകുന്ന ഒരു വട്ട്. പിന്നെ ആലോചിച്ച് ഒരു വട്ട്. പിന്നെ ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാർക്ക് വേറൊരു വട്ട്. അങ്ങനെ ഓരോരോ വട്ടുകൾ ഓവറാകുമ്പോഴാണ് അവിടെ നമ്മളങ്ങ് പെട്ടുപോകുന്നത്. ഓവർ സ്മാർട്ട്നെസ് അത് നല്ലതല്ല. എനിക്ക് ഈ ലൈവിലൂടെ പറയാനുള്ളത് ഇത് തന്നെയാണ്. വട്ടാണോ എന്ന് ചോദിച്ച ആൾക്കാരോടും പിന്നെ അതുപോലെ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നമുക്ക് എപ്പോഴത്തെ ഏത് വേദിയിൽ എന്ത് ഒരു നമുക്ക് കിട്ടിയാലും നമ്മൾ ഓവർ സ്മാർട്ട്നെസ് കാണിക്കാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ തരികട തോം പറഞ്ഞത് താഴെ അങ്ങ് വീഴും. ബിഗ് ബോസിൽ തന്നെ ഒരാൾ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചിട്ട് എന്തായി? പുറത്ത് പോയോ? അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ മൈക്കിട്ട് കയറി. എന്തെന്നറിയോ? ഇപ്പോൾ ഓവർ സ്മാർട്ട് കാണിച്ചാൽ എന്താ? പുള്ളിക്കാരനല്ലേ, രജിസാറിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്, പുള്ളിക്കാരനല്ലേ എല്ലാ സപ്പോർട്ടും ഉള്ളത്. ജനങ്ങളുടെ സപ്പോർട്ട് ഒരുപാടുണ്ട്. ഇങ്ങനെയാ പുള്ളിക്കാരൻ ഞാൻ നല്ലത് തന്നെ പറയും. ഞാൻ സത്യം പറഞ്ഞ രജിസാർ നല്ലത് തന്നെ. പക്ഷേ അവിടെ ചെറിയൊരു ഓവർ സ്മാർട്ട്നെസ് കാണിച്ചു. എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നാണ് പറയുന്നത്. 2-3 കാര്യത്തിൽ ഞാൻ അവിടെ കണ്ട ഒരു വ്യക്തിയാണ്, ഞാൻ അവിടെ നിന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ പറയും, എത്ര ആയാലും പുള്ളിക്കാരൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, പുള്ളിക്കാരൻ തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയും. ശരിയാണ്, നല്ലത്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്നെ എടുക്കാം. ഞാൻ 10 വരെ പഠിച്ചതാണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റു. പഠിക്കാണ്ട് തന്നെ തോറ്റതാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പല ന്യായങ്ങൾ പറയാം. എന്തെന്ന് പറയും, എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു, എൻ്റെ സാഹചര്യം ഇങ്ങനെ അങ്ങനെ. എനിക്ക് സാഹചര്യങ്ങളും ഒരുപാട് മോശമായിരുന്നു. എനിക്ക് ഒരു പുസ്തകം പോലും വാങ്ങിച്ചു തരാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ സാഹചര്യങ്ങളാണ്. പക്ഷേ എന്നാൽ പഠിക്കണമെന്ന് തോന്നി പഠിക്കേണ്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പഠിക്കും. എനിക്ക് പഠിക്കാൻ വിവരമില്ലാത്തതുകൊണ്ട് തന്നെ, ഞാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ തോറ്റതെന്ന് അന്തസ്സായിട്ട് ഞാൻ പറയും. ആ സത്യമാണ്. എനിക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, എനിക്ക് തലയ്ക്ക് മണ്ടയിൽ കയറാത്തത് കൊണ്ട് തന്നെ ഞാൻ തോറ്റത്. അത് ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഞാൻ ഇത് പറയാൻ വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ 10 വരെ പഠിച്ചു. അപ്പം ഞാനല്ല, വേറൊരു കുട്ടിയാണ് 10ാം ക്ലാസ് വരെ 10 വരെ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയില്ല, പരീക്ഷ എഴുതിയില്ല.
പരീക്ഷ എഴുതാണ്ടിരുന്ന കാരണം ആ കുട്ടി അത്രയും പഠിച്ചൊരു കുട്ടിയാണ് എന്നുള്ളത് ആ സ്കൂളുകാർക്കും അവിടെയുള്ളവർക്കും കുറച്ച് പേർക്ക് അറിയാം. മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. എക്സാം എഴുതിയില്ലെങ്കിൽ തോറ്റ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു അംഗീകാരം കിട്ടത്തില്ല. ഇത് തന്നെയാണ് ബിഗ് ബോസിൽ നടന്നത്. കാരണം ജയം എന്നുള്ളത് രജിസ്ട്രാറിനുള്ളതാണ്, ജയിക്കും എന്നുള്ളതും നമുക്കറിയാം. പക്ഷെ അവിടെയുള്ള ജയം കിട്ടാത്തിടത്തോളം കാലം അംഗീകാരം ഇല്ല. ആ അംഗീകാരം കിട്ടാത്തത് എന്തുകൊണ്ടായിരുന്നു? ഓവർ സ്മാർട്ട്നെസ് കാരണമാണ്. ആ ഓവർ സ്മാർട്ട്നെസ് കാരണം കൈവിട്ടു പോയത് അങ്ങേരുടെ 72 ദിവസത്തെ പ്രയത്നമാണ്. പൊട്ടിപ്പോയില്ലെല്ലാം. എന്തെന്ന് വെച്ചാൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കുടം കമുത്തി വെള്ളം ഒഴിക്കുക. അതന്നെ അതാ എനിക്ക് മറന്നുപോയ കുടം കമുത്തി വെള്ളം ഒഴിക്കുക എന്ന് പറയും. ഇതൊക്കെയാണ് സംഭവം. അപ്പം ആരും ഓവർ സ്മാർട്ട്നെസ് കാണിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മളായിട്ട് തന്നെ ജീവിക്കുക, മറ്റുള്ളവർക്കായിട്ട് ജീവിക്കരുത്. മറ്റുള്ളവരുടെ അല്ലല്ലോ ജീവിതം, നമ്മുടെ അല്ലേ ജീവിതം. നമ്മളായിട്ട് ജീവിക്കുക. ഓവർ സ്മാർട്ട്നെസ് വേണ്ട. നമ്മളെന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുത്താൽ മതി. ഞാൻ അവരുടെ മുന്നിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ് നടക്കുമോ? എന്ത് ഞാൻ ഇവിടെയാ തേച്ചത്, ഞാൻ ഇവിടെ തേച്ചില്ല. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. സത്യം പറഞ്ഞാൽ തേച്ചത് കണ്ണിൽ തന്നെയാണെന്നുള്ളത് 100% ഉറപ്പാണ്. അത് രേഷ്മ മുഖം കഴുകിയപ്പോൾ ആ കണ്ണ് ചുമന്നതും തുടുത്തതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ക്ലീൻ ചെയ്തതും ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മറ്റുള്ളവർ വന്ന് പറയുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിലുള്ളൊരു വ്യക്തിയാണ്. അപ്പം കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ തേച്ചത്, അത് തേക്കുന്നതും ഇങ്ങനെ പോയിട്ടാണ് തേച്ചത്. ഇങ്ങനെ കണ്ണിൻ്റെ ഉള്ളിലാണ് തേച്ചത്. ആ കണ്ണിൻ്റെ ഉള്ളിൽ തേക്കുന്നത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ കാണുന്നുണ്ട്. അല്ലാതെ ഇവിടെയല്ല തേച്ചത്, ഇവിടെ തന്നെ തേച്ചത്. അതിങ്ങനെ ചെയ്തത് തെറ്റായതുകൊണ്ടാണ് ബിഗ് ബോസ് ഒരാഴ്ചയ്ക്ക് ആ മനസ്സ് മാറാനും അവൾക്ക് മനസ്സ് മാറാനും വേണ്ടി മാറ്റി നിർത്തിയത്. എന്നിട്ട് പുറത്തിറങ്ങി അത് തെറ്റായതുകൊണ്ടാണല്ലോ പുറത്താക്കിയത്. അപ്പം അത് തെറ്റ് തന്നെയാണെന്നുള്ളത് അംഗീകരിച്ചാൽ എന്താണ്? എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ ഇവിടെയാണ് തേച്ചത്, ഞാൻ ഇവിടെയാ തേച്ചത്. എന്തിനാണ് ഇത് പറഞ്ഞ് പലവിടെയും ഞാനത് കേട്ടുകൊണ്ടിരിക്കുവോ? പലവിടെയും ഞാനിത് കേട്ട് എനിക്കിത് പറയണം എന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയാം, എന്തിനാണിത് വടി കൊടുത്ത് അടിമേടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു മനുഷ്യൻ അങ്ങേർക്ക് ഈ ഓവർ സ്മാർട്ട് പുറത്തിറങ്ങിയിട്ട് എന്തിനാണ് ഈ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നത്? അവിടെ ഉള്ളിൽ കാണിച്ചിട്ട് കുളം കുത്തി പുറത്താക്കി. ഇപ്പം പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇവിടെയാ തേച്ചത് എന്നും പറഞ്ഞിട്ട് ആ കുട്ടിനെ ചൊറിഞ്ഞ് രേഷ്മ അവളുടെ പാട് നോക്കി എവിടെയോ പോയി, ദുബായിക്കാൻ കണ്ടുപോയി. അവൾക്ക് പച്ചത്തെറിയാണ്, ഇതൊരു ഷോ ആണെന്നുള്ളതൊന്നും വിചാരമില്ലാതെ അവളെ പച്ചത്തെറി വിളിച്ചു. അവളുടെ പാട്ടിൻ്റെ എവിടെയോ പോയി കിടന്നു, ദുബായിൽ അങ്ങാണ്ട് പോയി, പിന്നെ തിരിച്ചു വന്നു. അപ്പം അവളെ ചൊറിഞ്ഞ് ഇങ്ങോട്ട് വാ ഞാനിവിടെ ഉണ്ട്, ഇനിയും നമുക്ക് അടികൂടാന്നുള്ള രീതിയിൽ പുറത്തിറങ്ങിയിട്ട് ഓവർ സ്മാർട്ട് എന്തിനാണ് രജിസ്ട്രാർ കാണിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇത് വളരെ കഷ്ടമാണ്. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ കേസ് കൊടുക്കാനായിട്ട് മുതിർന്നു. അപ്പോൾ ഇത് ഓവർ സ്മാർട്ട്നെസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരും തന്നെ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് കുഴി ചെന്ന് ചാടത്തേ ഉള്ളൂ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അംഗീകരിച്ചിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. അതുപോലെ ഫുക്രു അടിവയറ്റിക്ക് ചവിട്ടി, മറ്റേ അവിടെ ഇങ്ങനെ ഇതൊക്കെ എന്തിനാണ്? അപ്പം ഞാൻ പറയട്ടെ, ഫുക്രു അടിവയറ്റിക്ക് ചവിട്ടി, ഉന്തി തള്ളി, ഇതൊക്കെ പറയണത് നിങ്ങൾ കണ്ണിൽ മുളക് തേച്ചത് മാത്രം എന്താ കൃത്യമായിട്ട് പറയാത്തത് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ തേച്ചു എന്ന് പറഞ്ഞിട്ട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ് വെറുത്തു പോവാണ് ഇത് കാണുമ്പോഴേ. കണ്ടോണ്ടിരിക്കുന്ന ഇത് ജനങ്ങളുടെ മുന്നിൽ 1 മണിക്കൂറാണ് കാണിക്കത്തുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം കൃത്യമായിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു വർത്താനം അതിൽ ഇടുന്നതെന്നറിയില്ല. ബുദ്ധിജീവികൾക്ക് പലർക്കും ഈ ഓവർ സ്മാർട്ട്നെസ് ഉണ്ട്. അത് കുറച്ച് നിർത്തിക്കഴിഞ്ഞാൽ നല്ലതാകും എല്ലാവരും. കുറച്ച് അടങ്ങുക. ഞാൻ ചെയ്തത് തെറ്റായത് കൊണ്ട് തന്നെ പുറത്തേക്ക് വന്നത് എന്നുള്ള ഒരു മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വേണം. അതുപോലെ തന്നെ പല വേദിയിലും നമ്മൾ ഓവറായിട്ട് ആളാവാൻ നോക്കിക്കഴിഞ്ഞാൽ പട്ടുകുഴിയിലേ പോകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ, പരീക്ഷ എഴുതാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. കിട്ടുമോ? എക്സാം എഴുതാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ?
ആ കിട്ടാത്തടത്തോളം നമ്മൾ തോറ്റ ആൾ തന്നെയാണ്. മനസ്സിലായില്ല? അത് എത്ര അംഗീകാരം എത്ര ആൾക്കാർ എത്ര ജനങ്ങൾ കൊടുത്താലും സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോറ്റത് തന്നെയാണ്. അതേപോലെയാണ് ബിഗ് ബോസിൽ ഓവർ സ്മാർട്ട്നെസ് കാണിച്ച് തോപ്പിയിട്ട് അങ്ങേർക്കും തോറ്റ ഒരാൾ തന്നെയാണ്. എന്തുകൊണ്ട് പുറത്തു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ കണ്ണിൽ മുളക് തേച്ചിട്ട് പുറത്തു വന്നു. ഈ പേര് എന്നും എപ്പോഴും ഉള്ളത് തന്നെയാണ്. എന്നിട്ട് ഞാൻ ഈ പോട്ടി ഇവിടെ തേച്ചത് ഇവിടെ എന്താണിത് കേട്ട് മടുത്തു. ഞാനും വിചാരിച്ചു എന്താ ഇതിപ്പോൾ ഇത് പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഇപ്പം അവള് കേസ് കൊടുക്കാൻ പോകണം. എന്തായാലും അവൾക്ക് ഇനിയിപ്പം കണ്ണിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അതിൻ്റെ പേരിലോ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുടുങ്ങുമോ? ഇങ്ങനെ എന്തിനാ ഈ വിളിച്ചു വരുത്തുന്നത്? വഴി കൂടെ പോണ ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് വാ എന്നെ തച്ചോ എന്ന് പറയേണ്ട കാര്യം എന്തോ ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ദയാനെ ബ്ലോക്ക് ചെയ്തു എന്ന്. എന്തിനാ ബ്ലോക്ക് ചെയ്തെന്ന് കേൾക്കണോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങേരെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടൊരു സിം എടുത്തിട്ട് അങ്ങേരെ വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫേസ്ബുക്കിലുള്ള പരത്തെറി എനിക്ക് മാത്രമല്ല കിട്ടിയിരിക്കണത്, മഞ്ജുവിന് കിട്ടിയിട്ടുണ്ട്, ഫുക്രുവിന് കിട്ടിയിട്ടുണ്ട്, സകല ആൾക്കാരെയും പച്ചത്തെറിയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വിളിച്ച അങ്ങേരുടെ കയ്യിൽ ഓഡിയോ ഉണ്ടെങ്കിൽ അത് ലീക്ക് ഔട്ട് ആക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സാറേ. അങ്ങനെ തന്നെ പറഞ്ഞു മാഷേന്ന് തന്നെ പറഞ്ഞു. മാഷെ എല്ലാവരും കൂടിയിട്ട് നമ്മളെ പഞ്ഞിക്കിടുന്നു, ഞങ്ങളെല്ലാവരും പഞ്ഞിക്കിടുന്നുണ്ട്. മാഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാഷ് ഒരു ലൈവ് പോകണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മളെല്ലാവരും ബിഗ് ബോസിൽ ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ. ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ, ഒരു സൗഹൃദത്തിൻ്റെ പേരിലെങ്കിലും മാഷ് പോകണം. മാഷ് പോയിട്ട് ആർക്കും ഇങ്ങനെ ചീത്ത വിളിക്കരുത്, ഇതൊരു ഷോ ആണ് എന്നുള്ളത് മാഷ് പറഞ്ഞ മാഷിൻ്റെ ആർമിക്കാർ ഒന്ന് ഒതുങ്ങും. കാരണം പറയാനും കാരണമുണ്ട്. ഈ ആർമിക്കാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാറിൻ്റെ ഫേസ്ബുക്കിൽ നോക്കി അറിയാം. ആ ആർമിക്കാർ ഈ ആർമിക്കാർ കൊണ്ട് ഒരുപാട് സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു മാഷെ ഒന്ന് പറയോ പ്ലീസ്, ഇതൊന്ന് ഒതുക്കാൻ പറയോ എന്ന് ഞാൻ ചോദിച്ചതിന് എനിക്ക് ഇങ്ങോട്ടുള്ള മറുപടി എന്താണെന്നറിയോ? കേട്ട് കഴിഞ്ഞാൽ തലകറങ്ങി വീഴും. ഇത് ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു, ഞാൻ ലൈവ് പറയത്തില്ല. ദയയ്ക്ക് നല്ല സ്മാർട്ട്നെസ് ഉണ്ടല്ലോ, ദയ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇതല്ലേ, അപ്പോൾ ദയ സ്വന്തം കാര്യമല്ലേ, ദയ അങ്ങ് ഞാൻ പറഞ്ഞു ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അടുത്ത ഒരു ചോദ്യം ചോദിച്ചു, മാഷെ ഞാൻ മാഷിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എത്രയായാലും. കാരണം എന്ന് വെച്ചാൽ ഒരു കണ്ണിന് അസുഖം കഴിഞ്ഞിട്ട് തല്ലുടിയും കൂടിയിട്ടുള്ള ഒരു സമയത്തും ഒരു ക്യാപ്റ്റനാകാൻ വേണ്ടിയിട്ട് ഞാൻ മാഷിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴെങ്കിലും മാഷിനെ അറിയില്ലേ ഞാൻ ഒത്തിരി ഞാൻ മാഷിൻ്റെ വിജയം കാണാൻ നിന്നൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെയൊന്നുമല്ല, എനിക്ക് അഭിരാമി അമൃതയാണ് വലുതെന്ന് പറഞ്ഞു. അങ്ങേര് പറഞ്ഞു വർത്താനം എനിക്കറിയില്ലേ, എൻ്റെ കിളി അങ്ങ് പോയി. ഇതെപ്പാ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇപ്പോൾ വലുത് അവരാണ് അങ്ങനെ അങ്ങ് പറഞ്ഞു. ഞാൻ ഇതെന്താ ഇങ്ങനെ പറയണമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരോ ലൈവിൽ പോകുമ്പോൾ ഒരിക്കൽ പറയാം അമൃതയ അഭിരാമിയെന്ന്, ഒരിക്കൽ പറയും പവനാന്ന് പറയും. ഇപ്പം പവനും പോയ അമൃതയും അഭിരാമിയും എല്ലാം പോയി, ഇപ്പം പരീക്കുട്ടിയായി. ഇപ്പം ഇടയിൽ വന്നിട്ട് പറയണേ ഏതോ ഒരു ഇതിൽ പറയണ്ടായിരുന്നു എനിക്ക് പരീക്കുട്ടിയെ വലുതെന്ന്. എന്തോന്ന് അപ്പം ഇവരൊക്കെ വലുതായത് കൊണ്ടാണോ ഔട്ടായത്? പരീക്കുട്ടിയൊക്കെ ഏറ്റവും നല്ല സിൻസിയറായിട്ട് നിന്നുകൊണ്ടാണോ പെട്ടെന്ന് ഔട്ടായത്? ഈ സാറിൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് കൂടുതലും അവിടെ ഔട്ടായി പോയത്, മനസ്സിലായില്ലേ? അപ്പം ഫൈറ്റ് ചെയ്ത ഒറ്റ കാരണം കൊണ്ടാണ് ഓരോരുത്തരും കാരണം മാഷിനെ അവിടെ എല്ലാവരും ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം മാഷിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത ആൾക്കാരിന് മുഴുവനും ഓരോരുത്തരെ എലിമിനേഷനിൽ തൂക്കി എടുത്തു. അത് ജനങ്ങളുടെ ഇഷ്ടമാണ്, ജനങ്ങളുടെ വോട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പവനെയും വിട്ട് അഭിരാമി അമൃതനെയും വിട്ടു, പിന്നെ സുജാനെയും വിട്ടു, എല്ലാം വിട്ടിട്ട് ഇപ്പം വേറെ പിടിച്ചു പരീക്കുട്ടി. എന്ന് എനിക്കറിയില്ല കേട്ടോ എന്താണ് അവസ്ഥ എന്ന്. അപ്പം ഇതാണ് ഇപ്പം പറഞ്ഞല്ല പിന്നെ പറയാം ഏതെങ്കിലും ഒന്നിൽ പിടിച്ച് നിൽക്കുക. 2, 3, 4 വഞ്ചിയിലും കൂടിയിട്ട് കാലിട്ട് പണ്ടാറടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുക്കാടല്ലേ വീഴത്തുള്ളൂ, മനസ്സിലായില്ലേ? പറയണേ ഏതെങ്കിലും ഒന്നിൽ ഒരു വാക്ക് നമുക്ക് പുറത്ത് വിടുന്ന വാക്ക് ഒന്നിലേക്ക് പിടിക്കുക. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചറിയണ്ടെങ്കിൽ ആ വാക്ക് വെട്ടി മാറ്റിയിട്ട് ശരിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക. ഞാനും പലപ്പോഴും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട്
എനിക്കത് ബോറായി തോന്നുന്ന സമയത്ത് ഞാൻ തന്നെ ലൈവിൽ വന്നിട്ട് പറയും എനിക്കത് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. അതൊരു നമ്മുടെ അവിടെ നമ്മൾ താഴത്തില്ല, നമ്മളപ്പോഴും ഉയരത്തിലേ പോകത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്, താന്ന് നിൽക്കുന്നവിടെ വെള്ളം നിൽക്കത്തുള്ളൂ, മുകളിൽ നമ്മൾ ഒഴിച്ചു നോക്ക്, അത് നേരെ ചെന്ന് കുണ്ടിലേ പെടത്തുള്ളൂ. അപ്പം അവിടെയാണ് വെള്ളം കിട്ടത്തുള്ളൂ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഈ കൊറോണ എന്നാ മാറുകയാണ് പോലെ. കൊറോണ മാറുമോ? ഞാനിപ്പോൾ ദൈവത്തിനോട് ആദ്യമായിട്ട് തൊഴുതിട്ട് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. എല്ലാ കഷ്ടങ്ങളും എനിക്ക് പല കഷ്ടങ്ങളൊക്കെ പണ്ട് ദൈവത്തിന് വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് നേരം പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടണം, അങ്ങനെ കിട്ടണം, അത് ചെയ്യണം, ഇതെല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഇപ്പം ആകെ ഒന്നേ ഉള്ളൂ, ദൈവമേ കൊറോണ ഒന്ന് മാറ്റണേ, അതിനുള്ള മരുന്ന് കിട്ടണേ എന്ന് പറഞ്ഞു. അറിയത്തില്ല. അപ്പോൾ ചായ കുടിച്ചില്ല. സമയത്രയും വെക്കണം, ചായ വെക്കണം. ചായ കുടിക്കാത്ത ആൾക്കാരുണ്ടോ? എനിക്ക് കട്ടനാണ് ഇഷ്ടം. ഈ പാൽ ചായ ഈ ചായ ഇതൊന്നും എനിക്കിഷ്ടമല്ല. കട്ടൻ ചായ അങ്ങ് അടിക്കണം രാവിലെ തന്നെ, അതൊരു സുഖം. അത് നല്ല ഇത്തിരി മധുരമൊക്കെ വേണം, നല്ല കടുത്ത മധുരത്തിലങ്ങ് നമ്മൾ കുടിക്കണം. ആഹാ എന്ത് രസം! അത് കുടിക്കുമ്പോഴോ ചുറ്റുമുള്ള പ്രകൃതികളൊക്കെ കാണണം, നല്ല രസമായിരിക്കണം. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലവും അങ്ങനെയാണ്. പുറത്തൊക്കെ ഇങ്ങനെ ഭയങ്കര വ്യൂ ആണ്, തെങ്ങും തോപ്പും പാടവും ഒക്കെ. ബാൽക്കണിയിൽ നിന്നിട്ട് ഒരു കട്ടൻ ചായ കഴിച്ച് അത് കൂടെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ നോക്കി, തിരിച്ചിങ്ങനെ വരുന്നത് അത് നോക്കി, എന്നിട്ട് നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടോയെന്ന് ഇടയിലൊന്ന് നോക്കി, എന്നിട്ട് അങ്ങനെ നിന്ന് ചായ കുടിക്കണം. അതൊക്കെ ഒരു സുഖമുള്ള ഒരു ഏർപ്പാടാണ്. ആർക്കാണ് ജീവിക്കുന്നത്? നമ്മളാരും അടിമകളെ പോലെ ജീവിക്കരുത്. നമ്മൾ അടിമകളാണോ? ഇല്ല. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്. അടിമകളെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ 16ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവിടെ അതിലും വലിയ ദാരിദ്ര്യമോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് അവനവൻ്റെ ഒരു വിവാഹ ജീവിതത്തിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്നറിയോ? സ്വന്തം ദാരിദ്ര്യം അവിടെ വെച്ച് തീർന്നല്ലോ, ഇനി നല്ല സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നായിരിക്കും ആ പെൺകുട്ടിൻ്റെ മനസ്സിൽ. എന്നെ നോക്കാൻ ഒരാളുണ്ട്, എന്നെ കെയർ ചെയ്യാൻ ഒരാളുണ്ട്, എൻ്റെ ഇഷ്ടങ്ങൾ നടത്താൻ ഒരാളുണ്ട് എന്നൊക്കെ. പക്ഷെ എൻ്റെ അവസ്ഥ അതിലും വലിയ ദുരന്തമായിരുന്നു. 16ാമത്തെ വയസ്സിൽ വേറെയും ജീവിച്ചത് ഒടുക്കത്തെ ദാരിദ്ര്യത്തിൽ, കല്യാണം കഴിച്ച് കൊണ്ടുപോയത് അതിലും വലിയ ദാരിദ്ര്യത്തിൽ. എൻ്റെ ഭർത്താവ് പണിക്കേ പോകത്തില്ല. ഞാനിത് എങ്ങനെ ഒരു പണിക്ക് പോകാത്ത ഒരാളുടെ അടുത്ത് എനിക്കൊരു നൈറ്റ് വാങ്ങിത്തരുമോ, എനിക്കൊരു TV വാങ്ങിത്തരുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ പറയാൻ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിക്കുക? പണിക്കേ പോകത്തില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വല്ല റബ്ബർ പമ്പിലും പോയിട്ട് ചീട്ട് കളിക്കും, ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരും. ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനോട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെ പറയുക? പൈസ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. കാശുള്ളവൻ്റെ കയ്യിലല്ലേ ഞാൻ ചോദിക്കത്തുള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഞാൻ എന്ത് ചോദിക്കും? ഞാൻ ചോദിക്കാറേ ഇല്ല. ഒരു TV വാങ്ങിത്തരാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഗ്യാസും, എല്ലാ വീട്ടിലും ഗ്യാസ് ഉണ്ട്, എൻ്റെ വീട്ടിൽ ഗ്യാസ് ഇല്ല. അടുപ്പ് തീ കത്തിക്കണം. ഞാൻ മലയിൽ പോയി വിറകിന് പോകും. ഞാൻ ഒരുപാട് ദൂരം പോകും മലയിലേക്ക്, കൂട്ടായിട്ട് പോകും. അവസാനം കൂട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും കൂടെ തൊട്ടടുത്തുള്ളവർക്കൊക്കെ ഗ്യാസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആഴ്ചയിലോ മാസത്തിലോ ഒരു തവണ വിറകിന് പോയാൽ മതി. കാരണം അവർക്ക് വല്ലപ്പോഴും ഒരു ഗ്യാസ് തീരുന്ന സമയത്ത് അടുപ്പ് കത്തിച്ചാൽ മതി. എനിക്ക് ഗ്യാസേ ഇല്ല, വീട്ടിൽ ഗ്യാസേ ഇല്ല, ഡെയിലി ഇത് കത്തിക്കണം. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും വരാൻ പറ്റില്ല മലയിലേക്ക്. എല്ലാ സ്ത്രീകൾക്കും വരാൻ പറ്റില്ല, തൊട്ടടുത്തുള്ളവർക്കൊന്നും വരാം. എൻ്റെ മോനെ കൊണ്ടുപോയിട്ടുണ്ട്. എത്രയറിയോ? 4 വയസ്സായ എൻ്റെ മോനെ ഞാൻ കൂട്ടിയിട്ട് മലയ്ക്ക് പോയിട്ടുണ്ട്. എൻ്റെ കൂടെ വരും. എന്നിട്ട് ഒരു വിറക് വെള്ളി അവൻ്റെ തലയിലും വെച്ച് കൊടുക്കും ഞാൻ. അത് അവൻ ചോദിച്ച് മേടിക്കുന്നതാണ്. അമ്മ എനിക്കും ഒരു വിറക് വെള്ളി കൊണ്ടുവന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട്. എനിക്കത് കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നും. എൻ്റെ മകൻ്റെ അത്ര പോലും
സ്നേഹം എൻ്റെ ഭർത്താവിനില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നും. ഞാനൊക്കെ മലയ്ക്ക് പോകുമ്പോൾ എൻ്റെ കെട്ടിയവൻ വന്നിട്ട് റബ്ബർ പാമ്പിൽ ചീട്ടിളിക്കാൻ നിൽക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്താ വെച്ചാൽ ഡെയിലി ഗ്യാസ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീടായിരുന്നു എൻ്റെ. മെഴുകണം, ചാണകമൊക്കെ ഇട്ടിട്ട് ആഴ്ചയിൽ മെഴുകണം. എൻ്റെ അമ്മായിയമ്മ ചീത്ത പറയും മെഴുകാതിരുന്നു കഴിഞ്ഞാൽ. ഒരു നേരം പോലെ എനിക്ക് ഇരിക്കുക സമയം കിട്ടിയിട്ടില്ല. രാത്രി ഒരു 8-9 നേരത്തെ കിടന്നുറങ്ങി. ഞങ്ങളൊക്കെ അവിടെയൊക്കെ ഒരു നാട്ടും പ്രദേശമാണല്ലോ. ഒരു 7-8 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങും. പക്ഷെ എനിക്ക് 8 മണിയായാലും ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു തയ്യൽ മെഷീൻ മേടിച്ചു. കാശില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്തിനാ ചോദിക്കുന്നു പറഞ്ഞ് എൻ്റെ കൈ കിടക്കണ. എനിക്ക് എൻ്റെ വീട്ടുകാർ തന്ന സ്വർണ്ണത്തിൽ നിന്ന് ഒരെണ്ണം വിറ്റ് ഞാൻ ഒരു തയ്യൽ മെഷീൻ മേടിച്ചു. അറിയാവുന്ന ഒരു ജോലി, കീറിയതും പാറിയതും എല്ലാം ഞാൻ തയ്ക്കുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ നടത്തുമായിരുന്നു. അതിൽ കൂടുതൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കതിൽ പറ്റിയിട്ടുണ്ട്. നമ്മൾ എത്രയെന്ന് വെച്ചിട്ടാ ഒരു ഭർത്താവിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക. എനിക്കത് മോശം. ഒരാളുടെ കയ്യിൽ ഇല്ല എന്നറിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് പിടിച്ച് എനിക്കത് വാങ്ങിത്താന്ന് പറഞ്ഞ കടമൊക്കെ ആയിട്ട് മേടിച്ചു തരാൻ. എന്നിട്ട് ആ കടക്കാർ വന്നിട്ട് നമുക്കൊരു സമാധാനം തരാണ്ടിരിക്കുകയെ. അയ്യോ, എനിക്കത് ആലോചിക്കാനും കൂടി വയ്യ. അന്നും ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പശുവിനെ നോക്കും, പാല് കറക്കും, ആടിനെ വളർത്തും, പിന്നെ കോഴിനെ വളർത്തും. അങ്ങനെ ഒരുപാട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരു റാണി എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറുണ്ട് കേട്ടോ. പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഇടുപ്പ് വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ ജോലിക്ക് പോവും, വൈകുന്നേരം 6-6:30 ആകുമ്പോൾ തൊട്ടടുത്ത് കോളേജിലെ ഒരു ടീച്ചറാണ്. അപ്പം വന്നു കഴിഞ്ഞാൽ അവരുടെ മിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഈ പുല്ലിങ്ങനെ നിരത്തി വളർത്തി വെച്ചിരിക്കുക. അപ്പോൾ തൊട്ടടുത്തൊക്കെ റബ്ബറാണ്. ആ റബ്ബറിൻ്റെ ഇലയൊക്കെ വന്നിങ്ങനെ മൂടിയിട്ട് ഈ ഇടുപ്പ് വേദന വെച്ചിട്ട് അതിന് കുനിഞ്ഞു നിന്ന് തൂക്കാൻ പറ്റത്തില്ല. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയും, ഒന്ന് മിറ്റടിച്ച് തരുമോ, എന്തെങ്കിലും തരാമെന്ന് പറയും. അപ്പം ഞാൻ പറയും ശരി ഞാൻ വരാമെന്ന് പറയും. എന്നിട്ട് ഞാൻ റാണി ടീച്ചർ തയ്ക്കാൻ തന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പം ചീത്ത പറഞ്ഞാലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് എൻ്റെ അമ്മായിയമ്മൻ്റെ അടുത്ത് ഒന്നും ഞാൻ പറയത്തില്ലായിരുന്നേ. ഇപ്പം ഞാൻ പറയാം, എനിക്കിപ്പോൾ പറയാമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം അവരുടെ ജീവിതമായി അങ്ങനെയായി. എനിക്കിപ്പോൾ പറയും. അപ്പം ഞാൻ മിറ്റടിക്കാൻ പോകും. അവിടെ ആ ടീച്ചറിൻ്റെ വീട്ടിൽ മിറ്റടിക്കാൻ പോയിട്ട് അത് തൂത്തിട്ട് 30 രൂപ തരും. ഒരു ദിവസം മിറ്റടിച്ച് തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ 30 രൂപ തരും. ആ 30 രൂപയ്ക്ക് ഞാൻ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ജീവിച്ചത്. എൻ്റെ മൂത്ത മോൻ അറിയാതെ അവൻ എൻ്റെ കൂടെ വരും. എന്നിട്ട് ഞാൻ അവനോട് പറയും അച്ഛൻ്റെ അടുത്ത് പറയണ്ട കേട്ടോ. അങ്ങനെ ജീവിച്ചതാണ് ഞാൻ. ഇന്നാ റാണി ടീച്ചർക്ക് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നപ്പം കണ്ടിട്ടുണ്ടാവും. മനസ്സുകൊണ്ടെങ്കിലും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാകും. അങ്ങനെ അല്ല, ഞാൻ അത്രയും കെയർ ചെയ്തിട്ട് നിന്നൊരു വ്യക്തിയാണേ. ഞാൻ അത്രയും അങ്ങനെ നിന്നൊരു വ്യക്തിനെ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. തെറ്റ് ചെയ്യാത്ത ഒരു സ്ത്രീൻ്റെ അടുത്ത് നീ തെറ്റുകാരിയാന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ ഞാൻ നിൽക്കത്തില്ല. ഇപ്പോൾ സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ, സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ലൈവ് വന്നു, എനിക്ക് ഇമോഷണലായപ്പോൾ ഞാൻ കരഞ്ഞു. ഇതെൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. അതല്ല ഞാൻ വെറുതെ ഒരു കള്ളത്തരമായിട്ട് പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഇമോഷൻ വരും, എനിക്ക് ഇമോഷണൽ ആവാം. ജഗതി ചേട്ടൻ പറഞ്ഞ എനിക്ക് എന്തുകൊണ്ട് ഇമോഷൻ ആയിക്കൂടാ, നീയൊക്കെ വിറ്റ് തരുന്നത് എൻ്റെ കാശ് എൻ്റെ ഓണം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ജീവിത ചരിത്രം പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇമോഷൻ ആയിക്കൂടാ, എനിക്കത് ചോദിക്കാനുള്ളത്. ഞാൻ ഇമോഷൻ ആവും. അപ്പോൾ അതാണ് ഈ നൈറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിനെ, അപ്പോഴും ഞാനൊരു
എന്താ പറയുക, എനിക്ക് അത് വാങ്ങിത്താ ചേട്ടാന്ന് പറഞ്ഞ് ഞാനൊരു അടിമ പോലെ കെഞ്ചാൻ നിന്നിട്ടില്ല. ഇപ്പം പറയുവാ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചേട്ടാ എനിക്കത് വാങ്ങിത്താന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ല ഒന്നും ഇതുവരെയും. ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവരട്ടോ ഞാൻ ചെയ്തിട്ടില്ല, എനിക്കത് താല്പര്യവുമില്ല. പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീയിലൊക്കെ പോയി 10 രൂപ അപ്പം ഈ തയ്യലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുടുംബശ്രീയിലൊക്കെ ഞാൻ ചേർന്ന് 2 കുടുംബശ്രീ ഉണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ കുടുംബശ്രീ, 2 SNDP. ഞങ്ങൾ ഈഴുവരാണ്. അപ്പോൾ ഈഴുവരുടെ ഒരു SNDP കുടുംബശ്രീ ഉണ്ട്. 2ലും 10 രൂപ ഗണം എന്നൊക്കെ പറയുക അവിടെ ചാലക്കുടിയിൽ കുടുംബശ്രീ. അതിൽ വയ്ക്കുമ്പോൾ നമുക്ക് ലോണൊക്കെ കിട്ടും. അങ്ങനെ ലോണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 1/2-3 പവനെയൊക്കെ കമ്മലൊക്കെ വാങ്ങിക്കും. അത് അപ്പം തന്നെ കൊണ്ടുപോയി എൻ്റെ ഭർത്താവ് നല്ല ഭർത്താവായതുകൊണ്ട് വേഗം കൊണ്ടുപോയി പണയം വെച്ച് വിറ്റ് അതിന് പുട്ടടിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഉപകാരങ്ങളൊക്കെ. ഇന്നിപ്പോൾ ഞാൻ കേട്ട അറിവ് എന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീക്ക് ഒരു എന്താ പറയുക കഴുത്തിലൊരു മിന്നു പോലും ഇല്ല എന്നാണ് ഞാൻ കേട്ട അറിവ്. അതിൽ വലിയ അതിശയിക്കാനൊന്നുമില്ല, കാരണം അത് അങ്ങനെ സംഭവിക്കുമെന്നറിയാം. ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ചം എന്ന് പറയില്ലേ, അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ 6-7 വർഷം ഞാൻ താമസിച്ച് എൻ്റെ ഭർത്താവ് എന്താണെന്നുള്ളത് ഫുള്ള് ഞാൻ അറിഞ്ഞൊരു വ്യക്തിയല്ലേ. അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. പക്ഷെ മക്കളെയൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം, അതാണ് എൻ്റെ ഒരു. എത്രയായാലും എൻ്റെ മക്കളെ എൻ്റെ മക്കളുടെ അച്ഛൻ്റെ കൂടെ അല്ലേ നിൽക്കുന്നത്, അതിലൊരു സന്തോഷമുണ്ട്. ഓക്കെ, ബൈ ബൈ.